വിഷുക്കണി ഒരുക്കുമ്പോൾ നാം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ കണി ഒരുക്കുമ്പോൾ വയ്ക്കുന്ന പഴങ്ങളുണ്ടല്ലോ, ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അതിൽ ചക്ക, മാങ്ങ, തേങ്ങ, നാളികേരം തുടങ്ങിയ ഓറഞ്ച്, മുന്തിരി ഇതൊക്കെ നമ്മൾ വെക്കും. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വയ്ക്കും. ആ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ചീഞ്ഞതോ പഴകിയതോ ഒക്കെ ആയിട്ടുള്ള പഴങ്ങളോ കേടുപാടുകളുള്ള പച്ചക്കറികളൊന്നും വയ്ക്കരുത്. അതിനേക്കാളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കണി വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ കയ്പുള്ള ഒരു പച്ചക്കറിയോ ഫലങ്ങളോ ഒന്നും വയ്ക്കാനായിട്ട് പാടില്ല എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ കണി വയ്ക്കാൻ ഉപയോഗിക്കുന്ന നാണയങ്ങൾ, സ്വർണം, ഇതൊക്കെ നല്ലപോലെ കഴുകിയിട്ട് മഞ്ഞളും തുളസിയും കൂടെ ഇട്ട വെള്ളത്തിൽ കഴുകി എടുത്ത് വയ്ക്കണം. നോട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ഈ വെള്ളം തളിച്ച് ഏലും വെക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വാൽക്കണ്ണാടി വെക്കുമ്പോൾ അത് കേടുപാടുകളൊന്നുമില്ലാതെ നല്ല വാൽക്കണ്ണാടി വേണം നമ്മൾ വിഷുവിന് കണി വെക്കാനായിട്ട് വെക്കേണ്ടത്. അതിലുമൊക്കെ ഉപരി വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹമോ അതോ വിഗ്രഹമില്ലെങ്കിൽ ഫോട്ടോയോ ഒക്കെ ആണെങ്കിലും നമ്മൾ കണി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഒരു കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നേരത്തെ തന്നെ നോക്കി ഉറപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ കേടുപാടുകളോ പൊട്ടലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷുവിന് മുമ്പായിട്ട് തന്നെ മാറിയെടുത്ത് നല്ല പുതിയൊരു വിഗ്രഹമോ ഫോട്ടോയോ ഒക്കെ വാങ്ങിച്ച് കണി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. പിന്നെ ഉള്ളത് നമുക്ക് കണി വയ്ക്കുവാനുള്ള ഒരു വസ്തുക്കൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വെക്കാനായിട്ട് നമ്മൾ ഓട്ടുരുളി ആണല്ലോ ഉപയോഗിക്കുന്നത്. അത് നല്ലപോലെ വാളംപുളി ഇട്ട് കഴുകി ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ച് നല്ല ഒരു ലോഷൻ ഉപയോഗിച്ചൊക്കെ അത് കഴുകി വൃത്തിയാക്കി വെക്കണം. കാരണം നമ്മൾ പുളി ഉപയോഗിച്ച് ഇത് കഴുകുകയാണെങ്കിൽ അതിൽ നമ്മുടെ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം. അത് നമുക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീകൃഷ്ണൻ. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെയാണല്ലോ നമ്മൾ എല്ലാ വിഷുക്കണിയും ഒരുക്കുന്നതിന് നമ്മൾ വിഗ്രഹമോ ഫോട്ടോയോ ഒക്കെ ഗുരുവായൂരപ്പൻ്റെയാണ് നമ്മൾ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവി വസിക്കുന്ന പുളിയിട്ട ആ ഓട്ടുരുളി ആണ് കഴുകുന്ന ഓട്ടുരുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യം നമുക്ക് വന്നു ചേരാനായിട്ട് വളരെയധികം നമുക്ക് ഫലം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ പ്രാവശ്യത്തെ വിഷുക്കണി നമ്മൾ ഒരുക്കുവാനായിട്ട്. നേരെ വിപരീതമായിട്ട് നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷത്തെ ഐശ്വര്യം തന്നെ നമുക്ക് നഷ്ടപ്പെടും. ഇതൊക്കെ ശ്രദ്ധിച്ച് നല്ല പോലെ വിഷുക്കണിയൊക്കെ ഒരുക്കിയാൽ ഈ ഒരു വർഷം നമുക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്നത്.